അതേ കാട്ടിലെ അതേ മാനിന് കാലില്ലായിരുന്നു. വേടന്റെ കയ്യിൽ ഞാനില്ലാത്ത ഒരു വില്ലുണ്ടായിരുന്നു, പൂരില്ലാത്ത ഒരു അമ്പുണ്ടായിരുന്നു. ഞാനത് പറയാൻ കാരണം ഈ കവിത ഒരു പഴയ പാട്ടാണ്. പടയണി എന്ന് പറയുന്ന ഒരു പക്ഷേ അറിയാവുന്ന ഒരു കലാരൂപമാണ്. ആ പടയണിയിലെ ഒരു പാട്ടാണ് ഇത്. ഈ പാട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പാടിയതേ ഉള്ളൂ. ഇന്ന് ഈ പാട്ട് പാടണമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ ആ ശരീരത്തിന്റെ രഹസ്യം അന്വേഷിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മത്തിയാസ് എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുന്നത്. ഭാഗം 1. പ്രിയ. കുതിരത്തലയോട്ടി. നെപ്പോളിയന്റെ കുതിരകൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു. അവറ്റകളുടെ വേഗത റൈൻലൻഡിലെ അടയാളക്കല്ലുകളെ ആകാശത്തേക്ക് തെറിപ്പിച്ചു. കാടിന് താഴെയുള്ള തെങ്കൽ പാതയിലെ 10-20 കാവൽമാടങ്ങളും ഒറ്റപ്പെട്ടു കിടക്കുന്ന ഗ്രാമചന്തകളും പിന്നിട്ടാൽ സന്യാസിമഠങ്ങളും പള്ളിമേടകളും പ്രേതമന്ദിരങ്ങളുമുള്ള പ്രിയ പട്ടണത്തിൽ എത്താം. നന്നായി സൂര്യപ്രകാശം പതിക്കുന്ന മുന്തിരിത്തോട്ടത്തിൽ പുതുതായി ഉറപ്പിച്ച തൂമ്പ കൊണ്ട് മണ്ണ് കിളയ്ക്കുകയാണ് കൃഷിനോട്ടക്കാരനായ മത്തിയാസ്. ഇവിടെയാണ് മത്തിയാസ് ജനിച്ചത്. കീറ്റുവൈദ്യം പരിശീലിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മകനായിരുന്നു മത്തിയാസ്. അതെന്താണ് കീറ്റുവൈദ്യം എന്നാൽ? എന്ത്? കീറ്റുക എന്നൊരു വാക്ക് ശബ്ദധാരാവലിയിലുണ്ട്. കീറ്റുവൈദ്യം എന്ന് പറഞ്ഞാൽ സർജറി. ഇയാൾ ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛന്റെ കുലത്തൊഴിൽ ഇയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഏറ്റെടുക്കേണ്ടി വന്നു. ഈ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ബോണിലേക്ക് പോകുമ്പോൾ ഈ മത്തിയാസിന്റെ മുതലാളിയുടെ മകനായ കാൾ മാർക്സ് അങ്ങേർക്ക് മത്തിയാസിന് മനക്കെടുതിയുണ്ടായ ചില സന്ദർഭങ്ങൾ ഈ ബോൺ നഗരത്തിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അയാളൊരു പ്രണയത്തിലാവുന്നുണ്ട്. ആ പ്രണയത്തിലൂടെ അയാൾ തീക്ഷ്ണമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അയാളുടെ കാമുകി അയാൾക്ക് എതിരെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അയാൾക്ക് ആ നഗരം വിടേണ്ടി വരികയാണ്. മഞ്ഞുകാല മാസങ്ങൾ മത്തിയാസിനെ സംബന്ധിച്ച് 2 തരത്തിലുള്ള ശരീര പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. ഒന്നാമത്തേത് ശവപരീക്ഷണമായിരുന്നെങ്കിൽ മറ്റേത് രതി പരീക്ഷണമായിരുന്നു. കൈത്തണ്ടയിൽ കൊത്തിയ അതേ പരുന്താണതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു.